നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മനോഹരമായ ഒരു ദിവസമാണ്. എന്തെന്നാൽ സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസർ FC ഇന്ന് സൗദി അറേബ്യൻ ലീഗിലെ 29ാം റൗണ്ട് പോരാട്ടത്തിനാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത്. എതിരാളികൾ അൽ ഖലീജ് ആണ്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 11:30 ഈ ഒരു മത്സരം നടക്കുക. അൽ ഖലീജിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ അൽ നസർ വിജയം കരസ്ഥമാക്കിയിരുന്നു. 1-3 ഗോളുകൾക്കായിരുന്നു അവർ അൽ ഫൈഹയെ പരാജയപ്പെടുത്തിയത്. എന്നാൽ ആ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സസ്പെൻഷൻ ആയിരുന്നു. നമുക്കറിയാം, അൽ ഹിലാലിനെതിരെയുള്ള മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് ലഭിച്ചിരുന്നു. അങ്ങനെയാണ് സസ്പെൻഷൻ ലഭിച്ചിരുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ചെത്തും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ ഓക്കെയാണ്. അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഇപ്പോൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രകടനമാണ് ഈ സീസണിൽ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പുറത്തെടുക്കുന്നത്. സൗദി അറേബ്യൻ ലീഗിൽ 25 മത്സരങ്ങൾ കളിച്ച ക്രിസ്ത്യാനോ റൊണാൾഡോ 29 ഗോളുകളും 10 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് മികച്ച ഒരു പ്രകടനം ഇന്നും അദ്ദേഹത്തിൽ നിന്നും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. നിലവിൽ പോയിന്റ് പട്ടികയിൽ അൽ നസർ 2ാം സ്ഥാനത്താണ് ഉള്ളത്. 28 മത്സരങ്ങളിൽ നിന്ന് 68 പോയിന്റാണ് അൽ നസറിന് ഉള്ളത്. അതേസമയം 12 പോയിന്റ് അൽ നസറിനേക്കാൾ അധികമുള്ള അഥവാ 80 പോയിന്റ് ഉള്ള അൽ ഹിലാലാണ് ഇപ്പോൾ 1ാം സ്ഥാനത്ത് തുടരുന്നത്. ഇനി ലയണൽ മെസ്സിയും ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ നാളെ പുലർച്ചെ 5 മണിക്കാണ് ഇന്റർ മയാമിയുടെ മത്സരം നടക്കുക. ന്യൂ ഇംഗ്ലണ്ട് ആണ് ഇന്റർ മയാമിയുടെ എതിരാളികൾ. ന്യൂ ഇംഗ്ലണ്ടിന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം അരങ്ങേറുന്നത്. ഏകദേശം 60,000-ന് മുകളിൽ ആരാധകർ ഈ മത്സരം വീക്ഷിക്കാൻ ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മെസ്സിയുടെ പ്രകടനം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ അവർ വരുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. പരിക്കിൽ നിന്നും മുക്തനായ മെസ്സി തകർപ്പൻ പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നത്. ആകെ 3 ഗോളുകളും 2 അസിസ്റ്റുകളും കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിന്നായിക്കൊണ്ട് മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. മെസ്സി മടങ്ങി വന്നതോടുകൂടി ഇന്റർ മയാമിക്ക് ഇപ്പോൾ പുതിയ ഒരു ഊർജം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഈ മത്സരത്തിലും മെസ്സി ഒരു മികവ് കാണിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകർ ഉള്ളത്. MLS-ൽ ഈ സീസണിൽ 6 മത്സരങ്ങൾ മെസ്സി കളിച്ചു. 7 ഗോളുകളും 3 അസിസ്റ്റുകളും ഇപ്പോൾ ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, MLS-ലെ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇപ്പോൾ 1ാം സ്ഥാനത്തുള്ളത് ഇന്റർ മയാമിയാണ്. 10 മത്സരങ്ങളിൽ നിന്ന് 5 വിജയങ്ങൾ നേടിക്കൊണ്ട് 18 പോയിന്റ് നേടിക്കൊണ്ടാണ് ഇന്റർ മയാമി ഇപ്പോൾ ഈ ഒരു 1ാം സ്ഥാനത്തുള്ളത്. 1ാം സ്ഥാനം അരക്കിട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഈ ഒരു മത്സരത്തിൽ മെസ്സിയും സംഘവും കളിക്കളത്തിലേക്ക് ഇറങ്ങുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.